എല്ലാ ദിവസവും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒക്കെ ബ്രാൻഡ് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോഡക്റ്റിന്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഞാൻ ഇടാറുണ്ട്. പക്ഷേ എനിക്ക് ഓർഡേഴ്സ് ഒന്നും വരുന്നില്ല. എന്തായിരിക്കും റീസൺ? ഇത് ചോദിച്ചുകൊണ്ട് ഒരുപാട് പേര് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. എല്ലാവർക്കും സമൃദ്ധിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ നീതു കൃഷ്ണ. ഞാനൊരു ബിസിനസ് ആൻഡ് ലൈഫ് സ്കിൽസ് മെന്ററും ഇന്റർനാഷണൽ സർട്ടിഫൈഡ് ലൈഫ് കോച്ചുമാണ്. നമ്മളൊരു ബ്രാൻഡ് തുടങ്ങുന്ന സമയത്ത് ഒത്തിരി പ്രതീക്ഷകളുണ്ടല്ലേ. നമ്മൾ ഫേസ്ബുക്കിലോ യൂട്യൂബിലോ ഇൻസ്റ്റാഗ്രാമിലോ ഒക്കെ നമ്മുടെ ബ്രാൻഡ് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോഡക്റ്റിൻ്റെയൊക്കെ ഫോട്ടോസോ വീഡിയോസോ ഒക്കെ ഇടുമ്പോൾ അത് കണ്ടിട്ട് പെട്ടെന്ന് തന്നെ ഒത്തിരി ആൾക്കാർ ഓർഡറുകളൊക്കെ തരും. അല്ലെങ്കിൽ ഒരു ഇൻഫ്ലുവൻസർ, ഒരു സെലിബ്രിറ്റി, അല്ലെങ്കിൽ റോൾ മോഡലായിട്ട് കാണുന്ന കുറേ ബ്രാൻഡുകളുണ്ട്. അവരൊക്കെ ചെയ്യുന്ന വീഡിയോ ചെയ്തിട്ട് അതിൻ്റെ താഴെയൊക്കെ കുറേ ആൾക്കാർ വന്ന് പ്രൈസ് പ്ലേസ് ഒക്കെ ചോദിക്കുന്ന കണ്ടിട്ട് നമ്മൾ വിചാരിക്കും നമുക്ക് ഇതുപോലെ പെട്ടെന്ന് തന്നെ ഓർഡർ കാര്യങ്ങളൊക്കെ വരും എന്ന് എല്ലാവരും ചിന്തിക്കും. പക്ഷേ കുറച്ച് ദിവസം പോസ്റ്റൊക്കെ ഇട്ട് തുടങ്ങി നോക്കുമ്പോൾ വ്യൂസും ഇല്ല, ഫോളോവേഴ്സും ഇല്ല, സബ്സ്ക്രൈബേഴ്സും ഇല്ല, പ്രത്യേകിച്ച് ആൾക്കാരൊന്നും ഓർഡർ ചെയ്യുന്നില്ല. ഇതിന് തക്കതായിട്ടുള്ള കാരണങ്ങളുണ്ട്, റീസൺസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇടുന്ന പോസ്റ്റുകളിൽ ഞാൻ ഇനി പറയാൻ പോകുന്ന സ്റ്റെപ്സ് അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടോ എന്നൊന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കാം. ആദ്യം നമ്മുടെ ഒരു ബ്രാൻഡ് തുടങ്ങി നിങ്ങൾ നിങ്ങളുടെ പ്രോഡക്റ്റിന്റെ ഫോട്ടോസ് വീഡിയോസ് ഒക്കെ ഇടുന്ന സമയത്ത് പല ആൾക്കാരും ചിന്തിക്കുന്നത് എല്ലാ ദിവസവും പോസ്റ്റ് ഇട്ടാൽ എനിക്ക് ഓർഡർ കിട്ടും എന്നുള്ള ചിന്തയിലാണ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യും? വീഡിയോസ് ഇടുന്ന അല്ലെങ്കിൽ പോസ്റ്റ് ഇടുമ്പോൾ പ്രത്യേകിച്ച് ആ വീഡിയോസിൽ ഒരു കണ്ടന്റ് ഒന്നുമില്ല, ജസ്റ്റ് ഒരു പ്രോഡക്റ്റിന്റെ ഒരു ഫോട്ടോ. ഇപ്പം നിങ്ങൾ ഡ്രസ്സ് ചെയ്യുകയാണെങ്കിൽ വെറുതെ ഒരു ഡ്രസ്സിന്റെ ഒരു ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ എന്തെങ്കിലും ഒരു കാര്യം ഇടുന്നു, എന്നിട്ട് അതിന് താഴെ എന്ത് ചെയ്യുന്നുണ്ട്, അതിന് പ്രൈസ് ഇടുകയോ അല്ലെങ്കിൽ DM to ഓർഡർ എന്ന് പറഞ്ഞിട്ട് നിങ്ങളൊരു പോസ്റ്റ് ഇട്ട് കൊടുക്കുന്നു. പക്ഷേ നമ്മുടെ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഇതിനൊരു അൽഗോരിതം ഉണ്ട്. അതായത് ആളുകളുടെ അടുത്തേക്ക് നമ്മളിടുന്ന പോസ്റ്റുകൾ അല്ലെങ്കിൽ ഫോട്ടോസോ വീഡിയോസോ ഏതായാലും അത് ആവശ്യമുള്ള ആൾക്കാരുടെ അടുത്തേക്ക് മാത്രം നമുക്ക് നമ്മുടെ പ്രോഡക്റ്റുകൾ എത്തിച്ചു കൊടുത്താൽ മതി. നമ്മൾ സാധാരണ എന്താണ് ചെയ്യുന്നത്? റാൻഡംലി എല്ലാ ദിവസവും കുറേ പോസ്റ്റ് ഇടുന്നു. പക്ഷെ അകത്ത് കൃത്യമായിട്ട് അതിനുള്ള വിവരങ്ങൾ കാര്യങ്ങളൊന്നും തന്നെ കൊടുക്കാതെ എന്ത് ചെയ്യും? നമ്മൾ ആൾക്കാരിലേക്ക് വെറുതെ പോസ്റ്റ് ഇട്ട് കൊടുക്കുമ്പോൾ എന്താണ് ചെയ്യുന്നത്? ഇത് നിങ്ങളുടെ പേജ് ഫോളോ ചെയ്തിട്ടുള്ള കുറച്ച് ആൾക്കാർ അല്ലെങ്കിൽ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള കുറച്ച് ആൾക്കാരുടെ അടുത്ത് മാത്രമായിരിക്കും എത്തുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഒരു ബ്രാൻഡിൽ നിങ്ങളിപ്പോൾ ഏത് ടൈപ്പിലുള്ള ബിസിനസ് ചെയ്യുന്നവരോ ആയിക്കോട്ടെ, നിങ്ങളിപ്പോൾ ഒരു കോസ്മെറ്റിക് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ബ്രാൻഡാണ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു കോസ്മെറ്റിക് പ്രോഡക്റ്റിൻ്റെ ബന്ധപ്പെട്ട് എന്തൊക്കെ പോസ്റ്റ് കൊടുക്കാം, നിങ്ങളുടെ പ്രോഡക്റ്റിൻ്റെ ഗുണം എന്തൊക്കെയാണ്, ആ ഒരു പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നതിൽ നിന്നും എന്ത് റിസൾട്ട് കിട്ടും, അല്ലെങ്കിൽ ഇപ്പോൾ സ്കിൻ കെയർ ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ സ്കിൻ കെയറിന് വേണ്ടിയിട്ടുള്ള ടിപ്സ് കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കണം നിങ്ങളുടെ പോസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. വെറുതെ ഒരു പ്രോഡക്റ്റിൻ്റെ ഒരു ഫോട്ടോ ജസ്റ്റ് എടുത്ത് വെച്ചിട്ട് അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് അതിനെ ജസ്റ്റ് ആ പ്രോഡക്റ്റിനെ കുറിച്ച് പറയുന്ന ഒരു ജസ്റ്റ് ഒരു വെറുതെ ഒരു വീഡിയോ അത് മാത്രം കൊടുത്തിട്ട് ഒരു കാര്യമില്ല. ഇവിടെയാണ് ബ്രാൻഡ് അവയർനെസ് എന്ന് നമ്മൾ പറയുന്നത്. അതായത് നിങ്ങൾ ഒരു ബ്രാൻഡ് തുടങ്ങുമ്പോൾ ആ ബ്രാൻഡിലൂടെ എന്ത് ഉൽപ്പന്നമാണ് ആളുകളിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുന്നത് കൃത്യമായിട്ട് പറഞ്ഞിരിക്കണം. പല ആളുകൾ എന്ത് ചെയ്യും? എല്ലാ ദിവസവും എന്ത് ചെയ്യും? പോസ്റ്റ് എടുത്തിട്ട് ഒരു ഫോട്ടോ എടുക്കും, അത് എവിടെയെങ്കിലും ഒരു പ്രതലത്തിൽ വെച്ചിട്ട് ഫോട്ടോ എടുക്കും, അത് ജസ്റ്റ് പോസ്റ്റ് ചെയ്യും. അതിൻ്റെ കൂടെ എല്ലാവരും പറയുന്നതാണ് #ടാഗ്സ് ഉപയോഗിക്കുക. കുറേ #ടാഗ്സ് നമ്മളെടുത്ത് ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ഇങ്ങനെയല്ല. നമുക്ക് ഇതെന്താണ്, ഒരു ബ്രാൻഡ് തുടങ്ങുന്ന സമയത്ത് ആ ബ്രാൻഡിൽ നിന്നും എന്ത് പ്രോഡക്റ്റ് കൊടുക്കുന്നു എന്ന് നമ്മൾ എല്ലാ ദിവസവും ഉള്ള നിങ്ങളുടെ പോസ്റ്റുകൾ കൃത്യമായിട്ട് പറഞ്ഞിരിക്കാം. ഇപ്പം നിങ്ങളൊരു ബൊട്ടീക്ക് ആണെങ്കിൽ ആ ബൊട്ടീക്കിൽ കൊടുക്കുന്ന പ്രോഡക്റ്റുകൾ, ഇപ്പോൾ കുർത്തീസ് ആണെങ്കിൽ കുർത്തി സെറ്റ്സ്, ഓരോ കുർത്തിക്കും അതിൻ്റേതായിട്ടുള്ള പ്രത്യേകതകളുണ്ട് അല്ലേ. നിങ്ങളുടെ കയ്യിരിക്കുന്ന സാധനത്തിന് ഓരോന്നിനും പ്രത്യേകതയുണ്ട്. അപ്പം അത് എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ട് എല്ലാ ദിവസവും നിങ്ങളുടെ പ്രോഡക്റ്റിൻ്റെതായിട്ടുള്ള വീഡിയോസിൽ ഉണ്ടായിരിക്കാം. വെറുതെ റാൻഡംലി നമ്മൾ സെല്ല് ചെയ്യുക എന്ന ചിന്തയിലല്ല, ആളുകളിലേക്ക് അത് എങ്ങനെ എത്തിക്കുന്നു എന്ന് ചിന്തിക്കുന്നതിലാണ് കാര്യമായിരിക്കുന്നത്. ഇനി ഇപ്പോൾ പേഴ്സണൽ ബ്രാൻഡിങ്ങിൻ്റെ കാലമാണ്. എല്ലാ ആൾക്കാരും അവരുടെ മുഖം കാണിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ ശബ്ദത്തിലൂടെ അവരുടെ ബ്രാൻഡിൽ നിന്ന് എന്ത് പ്രോഡക്റ്റാണ് താൻ കൊടുക്കുന്നത് എന്ന് ഉറക്കെ പറയുന്നൊരു സമയമാണ്. ഈ സമയം നിങ്ങൾ വെറുതെ അതിൽ പ്രത്യേകിച്ച് ആ ബ്രാൻഡിൽ ഒന്നുമില്ലാതെ കുറേ പ്രോഡക്റ്റുമായിട്ട് എന്തെങ്കിലുമൊക്കെ വീഡിയോസ് റാൻഡംലി എടുത്ത് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരിക്കലും ആളുകളിലേക്ക് എത്തില്ല. അല്ലെങ്കിൽ ഇപ്പോൾ ഒത്തിരി ഫ്രോഡായിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ സ്കാം ചെയ്യുന്ന, നമ്മളെ പറ്റിക്കുന്ന ഒത്തിരി ആൾക്കാർ നമുക്ക് ചുറ്റിനുമുള്ളപ്പോൾ അവർക്കൊരു ട്രസ്റ്റ് ഉണ്ടാവത്തില്ല. ഇത് ആരാണ് ഈ ഒരു ബ്രാൻഡ് ചെയ്യുന്നത്, ഇവരെന്താണ് ഇതിലൂടെ കൊടുക്കുന്നത്, ഇവർ ജെനുവിൻ ആണോ, ഇതൊക്കെ ആളുകളുടെ അടുത്തേക്ക് എത്തിയാൽ മാത്രമേ നമ്മുടെ അടുത്തുനിന്ന് സാധനം മേടിക്കുകയുള്ളൂ. അപ്പോൾ അതിന് വേണ്ട എന്താണ്? പേഴ്സണൽ ബ്രാൻഡിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നിങ്ങൾ എന്നുള്ള വ്യക്തിയെ, എന്തിനാണ് നിങ്ങൾ ഈ ഒരു ബിസിനസ് തുടങ്ങിയത്, ഇതിനൊരു സ്റ്റോറി ഉണ്ടായിരിക്കുമല്ലോ, ഇത് നിങ്ങൾക്ക് പറയാം. അതുപോലെ തന്നെ നിങ്ങളുടെ ബ്രാൻഡിൽ നിങ്ങൾ കൊണ്ടുവരുന്ന ഓരോ ദിവസവും നിങ്ങൾ കൊണ്ടുവരുന്ന പുതിയ ഓരോരോ കളക്ഷൻസ്, ആ കളക്ഷൻസ് നിങ്ങൾ തന്നെ വന്നിട്ട് നേരിട്ട് നിങ്ങളുടെ വീഡിയോസിൽ വന്നിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ശബ്ദത്തിലൂടെയോ ഒക്കെ നിങ്ങൾക്ക് ഇത് സോഷ്യൽ മീഡിയയിലൂടെ ആളുകളിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കുന്നു. ഇനി നിങ്ങൾ പോസ്റ്റുകൾ ഇട്ടിട്ടും നിങ്ങൾക്ക് ഓർഡേഴ്സ് വരുന്നില്ലെങ്കിൽ ഒരു കാര്യം ശ്രദ്ധിക്കുക, റോങ് ആയിട്ടുള്ള ടാർഗറ്റ് ഓഡിയൻസിലേക്കാണ് നിങ്ങളുടെ പ്രോഡക്റ്റുകൾ എത്തിക്കുന്നത്. അതായത് നിങ്ങളിപ്പോൾ സാരി ബിസിനസ്സാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ പ്രോഡക്റ്റുകൾ എത്തുന്നത് സാരീസിനോട് താല്പര്യം ഇല്ലാത്ത ആളുകളുടെ അടുത്തേക്കാണ് നിങ്ങളുടെ ബ്രാൻഡിൻ്റെ വീഡിയോസോ പോസ്റ്റുകളോ കാര്യങ്ങളോ എത്തുന്നത്. ഇത് ശ്രദ്ധിക്കുക. അതായത് നമ്മളിപ്പോൾ ഒരു ക്രൗഡിലുള്ള കുറേ ആൾക്കാരെ നിൽക്കുകയാണെങ്കിൽ അവിടെയുള്ള എല്ലാ ആൾക്കാരുടെ മുമ്പിലും നിങ്ങളുടെ പ്രോഡക്റ്റ് കൊണ്ടുവച്ചിട്ട് അവരെല്ലാവരും നമ്മുടെ അടുത്തുനിന്ന് സാധനം മേടിക്കുന്നത് വെച്ചാൽ ഒരിക്കലും നടക്കുന്നതല്ല. കാരണം ആളുകളുടെ ടേസ്റ്റ് ഡിഫറെൻ്റ് ആണ്.
സോ നമുക്കിപ്പോൾ നിങ്ങൾ ഏത് പ്രോഡക്റ്റാണോ വിൽക്കുന്നത് ആ പ്രോഡക്റ്റിന് ആവശ്യമുള്ള ആളുടെ അടുത്തേക്ക് ഈ പ്രോഡക്റ്റിന്റെ സാധനങ്ങൾ എത്തിയാൽ മതി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, #ടാഗ്സ് കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയ കൊടുക്കുമ്പോൾ അതിനെ മാത്രം ടാർഗറ്റ് ചെയ്ത് കൊണ്ടുള്ള ആൾക്കാരിലേക്ക്, അങ്ങനെയുള്ള ആൾക്കാരിലേക്കുള്ള #ടാഗ്സ് കാര്യങ്ങൾ നമ്മൾ കൊടുക്കാനായിട്ടും ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു പർട്ടിക്കുലർ ടൈം വെക്കുക. അതിരാവിലെ എല്ലാവരും എഴുന്നേക്കുന്ന ഒരു സമയത്ത്, ആ സമയത്തൊന്നും ഒത്തിരി ആൾക്കാരൊന്നും നമ്മളെ സോഷ്യൽ മീഡിയ ഒരുപാട് സ്ക്രോൾ ചെയ്യത്തില്ല. തിരക്കുള്ള സമയങ്ങളിൽ, സ്കൂൾ പോകുന്ന ആ ഒരു ടൈമിൽ, അത് അല്ലാതെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്ന ലഞ്ച് ടൈം, ഈ സമയമൊക്കെ പോസ്റ്റ് ഇടുമ്പോൾ എന്താണ്, ഒത്തിരി ആൾക്കാർ എൻഗേജ് ചെയ്യത്തില്ല. നമ്മൾ എന്ത് ചെയ്യുക, എല്ലാത്തിനും ഒരു കൃത്യമായ ടൈം. ഇപ്പം നിങ്ങളൊരു രാവിലെ ഒരു 11 മണിക്കാണ് പോസ്റ്റ് ഇടുന്നതെങ്കിൽ എല്ലാ ദിവസവും അങ്ങനെ ഒരു ടൈം പാലിക്കാനായിട്ട് നോക്കുക. തുടക്കത്തിൽ അങ്ങനെ ചെയ്ത് നോക്കുക, പിന്നീട് റാൻഡംലി പോസ്റ്റ് ചെയ്ത് നോക്കുക. കാരണം നമ്മൾ എന്ത് ചെയ്യുക, തോന്നുന്ന ഏതെങ്കിലും ഒരു ടൈമിൽ എപ്പോഴെങ്കിലും, ഇപ്പോൾ രാത്രി ഒരു 10 മണിക്ക് ശേഷം നമ്മൾ അങ്ങനെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർ കാണത്തില്ല. കാരണം എല്ലാവരും ഉറങ്ങുന്ന സമയം. ചിന്തിച്ച് നോക്കാം. കൃത്യമായിട്ടും ആളുകൾ കൂടുതലായിട്ട് മൊബൈൽ ഉപയോഗിക്കുന്ന, അത് കുറച്ച് സമയം ഇരുന്ന് കണ്ടു നോക്കുന്ന, അവരൊന്ന് റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കുന്ന ഏതെങ്കിലും ഒക്കെ ടൈമിൽ ആ ഒരു സമയം, രാവിലെ ഒരു 10 മുതൽ 12 മണി, അത് അല്ലെങ്കിൽ വൈകുന്നേരം ഒരു 4 to 8 PM, ഈ ഒരു സമയത്തിനിടയിൽ അത് ഒരു കൃത്യമായിട്ട് ടൈം പാലിച്ചുകൊണ്ട് നിങ്ങൾ പോസ്റ്റുകൾ ഇടാനായിട്ടും കൂടെ ശ്രദ്ധിക്കാം. ഇനി നിങ്ങൾ ഇടുന്ന നിങ്ങളുടെ പോസ്റ്റുകൾ അല്ലെങ്കിൽ വീഡിയോസിന്റെ നിലവാരം അല്ലെങ്കിൽ ക്വാളിറ്റി എത്രത്തോളം ഉണ്ട് എന്ന് ഒന്ന് ചെക്ക് ചെയ്യുക. എവിടെയെങ്കിലും ഒരു ലൈറ്റ് ഒന്നും ഇല്ലാത്തൊരു സ്ഥലത്ത് ഏതെങ്കിലും ഒരു ഇരുട്ടിൽ ഇരുന്നിട്ട് എന്തെങ്കിലുമൊക്കെ എവിടെ നിന്നും പഠിച്ചിട്ട് ഒരു ചെറിയൊരു എഡിറ്റിംഗ് ഒക്കെ വെച്ചിട്ട് നിങ്ങൾ ചെയ്തിട്ട് പോസ്റ്റുകൾ ഇടുമ്പോൾ ആളുകൾ ഒരു 3 സെക്കൻഡ്, നമ്മളൊരു വീഡിയോ കണ്ടാൽ ഒരു 3 സെക്കൻഡിനുള്ളിൽ ആളുകൾ അത് കണ്ട് വിലയിരുത്തണം. ഇത് കൊള്ളാലോ, ഈ വീഡിയോ നോക്കാലോ. ഇപ്പോൾ എൻ്റെ ഒരു വീഡിയോ വന്നാലും മറ്റേ ഏതൊരു വ്യക്തിയുടെ വീഡിയോ വന്നാലും നമ്മൾ തന്നെ ആ ഒരു സെക്കൻഡ് അതിലൊന്ന് നോക്കി വിലയിരുത്തിയിട്ടാണ് ആ വീഡിയോ കാണണോ വേണം തീരുമാനം. ഇല്ലെങ്കിൽ അവരെന്ത് ചെയ്യും, സ്കിപ്പ് ചെയ്യും. അപ്പം നിങ്ങളുടെ വീഡിയോ കാണുമ്പോൾ ഒരു ക്വാളിറ്റി ഇല്ലാത്തൊരു രീതിയിൽ നിങ്ങൾ ഈ പ്രോഡക്റ്റുകൾ പ്രസന്റ് ചെയ്യുന്നതോ അങ്ങനെ, അല്ലെങ്കിൽ ഭയങ്കര അരോചകത്വം തോന്നുന്ന രീതിയിലുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കോ എന്തെങ്കിലുമൊക്കെ അങ്ങനെ വെച്ചിട്ടൊക്കെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ആൾക്കാർ എന്ത് ചെയ്യത്തില്ല, കാണാനായിട്ട് നിൽക്കില്ല, സ്കിപ്പ് ചെയ്യും. അപ്പോൾ ക്വാളിറ്റി കൊടുത്തുകൊണ്ട് നല്ല വീഡിയോസും നല്ല കണ്ടന്റുകൾ ഉപയോഗിച്ചുള്ള വീഡിയോസ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിലേക്ക് ആളുകൾ എന്ത് ചെയ്യും, ഇത് കാണുന്നതായിട്ട് എൻഗേജ് ചെയ്യാനായിട്ട് തുടങ്ങും. ഇനി അതുകൂടാതെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ മാർക്കറ്റിന്റെ ട്രെൻഡിനനുസരിച്ചുള്ള പ്രോഡക്റ്റ് കൂടെ ആണോ നിങ്ങളുടെ ബ്രാൻഡിൽ കൊടുക്കുന്നത് എന്നുകൂടെ നോക്കുക. പൊതുവെ എല്ലാവരും ചെയ്യുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ തുടക്കക്കാർ ചെയ്യുന്നത് പ്രോഡക്റ്റുകൾ മറ്റുമൊക്കെ നിങ്ങളുടെ ബ്രാൻഡ് വേണ്ടി പർച്ചേസ് ചെയ്യാനായിട്ട് പോകുന്ന സമയത്ത് നമുക്ക് ഇഷ്ടമുള്ള പ്രോഡക്റ്റുകളായിരിക്കും നമ്മൾ വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുന്നത്. അതായത് മാർക്കറ്റിൽ നിന്ന് ഹോൾസെയിലായിട്ട് പർച്ചേസ് ചെയ്ത് എന്നിട്ട് അത് വിറ്റഴിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ചിലപ്പോൾ ട്രെൻഡ് ഔട്ട് ആയിട്ടുള്ള സാധനമായിരിക്കും. നമുക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ, പ്രോഡക്റ്റുകൾ മേടിച്ചിട്ട് അത് തന്നെ കസ്റ്റമറിന് വാങ്ങണമെന്ന് അടിച്ചേൽപ്പിക്കാൻ നമുക്ക് സാധിക്കില്ല. അപ്പോൾ എന്താണ്, മാർക്കറ്റിൽ എന്താണോ ട്രെൻഡിങ്ങിലുള്ളത് അങ്ങനെയുള്ള സാധനങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, നോക്കി പ്രോഡക്റ്റുകൾ പർച്ചേസ് ചെയ്തിട്ട് അത് നിങ്ങളുടെ ബ്രാൻഡിലൂടെ സെല് ചെയ്യാനായിട്ട് ശ്രമിക്കാം. നിങ്ങൾ തന്നെ ഉണ്ടാക്കുന്ന ഡിസൈനർ ആയിട്ടുള്ള ഐറ്റംസ്, അല്ലെങ്കിൽ നിങ്ങൾ ഫുഡ് പ്രോഡക്ട്സ്, അല്ലെങ്കിൽ നിങ്ങൾ കോസ്മെറ്റിക് റിലേറ്റ് ചെയ്തിട്ടുള്ളത്, ഇനി ഇതല്ല നിങ്ങൾ സർവീസസ് ആണ് ചെയ്യുന്നത്, ഇപ്പോൾ ഒരു ബ്യൂട്ടീഷ്യൻ, ഒരു ബ്യൂട്ടി പാർലർ ആണെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ, നിങ്ങൾ ദൈനംദിനമായിട്ട് ചെയ്യുന്ന, നിങ്ങളുടെ ബ്രാൻഡ് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ വളരെ ലൈവായിട്ട് ജെന്യുവനായിട്ട് നിങ്ങളെ അതുപോലെ തന്നെ പ്രസന്റ് ചെയ്യുക. അതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ആളുകളുടെ ഉള്ളിലേക്ക് ഡയറക്റ്റ് നമുക്ക് എത്താം. ഇതിനായിട്ട് നമുക്ക് വലിയ എമൗണ്ട് കൊടുത്തുള്ള ഫോട്ടോഷൂട്ട്സോ ഇതിനായിട്ടുള്ള ഒരുപാട് മാർക്കറ്റിംഗ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി ഇതൊന്നും ആവശ്യമില്ല. നമുക്ക് പഠിക്കാനായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ശ്രദ്ധിക്കാനുള്ള കുറേ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ പോസ്റ്റുകൾ കാര്യങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ കൂടുതൽ ആളുകളിലേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോസ് അല്ലെങ്കിൽ പോസ്റ്റുകൾ എത്തിക്കാനായിട്ട് സാധിക്കും. ഇന്ന് ഞാൻ പറഞ്ഞിട്ടുള്ള ഈ ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. ഇത് കൂടാതെ നിങ്ങൾക്ക് നമ്മുടെ ഈ ഒരു ചാനലിലൂടെ എന്തൊക്കെ ടൈപ്പ് വീഡിയോസ് ആണ് നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുള്ളത് അത് ഒന്നിട്ട് കമൻറ്റ് ചെയ്താൽ അതിനനുസരിച്ചുള്ള ബ്രാൻഡിങ്, മാർക്കറ്റിംഗ്, മൈൻഡ് സെറ്റ് റിലേറ്റഡുള്ള എല്ലാ വീഡിയോസും ഞാൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് പഠിക്കണം, നിങ്ങൾക്ക് ഇത് എങ്ങനെയാണ് ഈ ഒരു ബിസിനസ് ചെയ്യേണ്ടത്, ഇത് തുടങ്ങേണ്ടത് എങ്ങനെ, നമ്മളിത് തുടങ്ങിയിട്ട് മാത്രമല്ല കാര്യം കേട്ടോ, ഇത് മാർക്കറ്റിങ്ങിലും അതുപോലെ തന്നെ പ്ലാനിങ്ങിലും ഒക്കെ ഒത്തിരി കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ എൻ്റെ ഒരു 10 വർഷത്തെ ബിസിനസ് ജേർണി, ഞാൻ പഠിച്ച കാര്യങ്ങൾ, എക്സ്പീരിയൻസ്, ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഈ സമൃദ്ധി എന്ന പ്ലാറ്റ്ഫോമിലൂടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ സ്റ്റുഡൻസിനും ഞാൻ പ്രൊവൈഡ് ചെയ്യുന്ന കുറേ വാല്യൂസ് ഉണ്ട്, കുറേ കാര്യങ്ങൾ, ലേണിങ്സ് ഉണ്ട്. അത് ചെയ്തു വരുന്ന ആൾക്കാർക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് പഠിക്കണം. ഒരു മെൻറ്ററുടെ സപ്പോർട്ടോടു കൂടി നിങ്ങൾക്ക് അപ്പോൾ ഉണ്ടാകുന്ന സംശയങ്ങൾ, ഇതൊക്കെ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോകണമെന്ന് ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് സമൃദ്ധിയിലേക്ക് ജോയിൻ ചെയ്യാം. അതിനായിട്ടുള്ള സെഷൻസ് കാര്യങ്ങളൊക്കെ ഞാൻ പ്രൊവൈഡ് ചെയ്യും. നമുക്ക് കോഴ്സുകളുണ്ട്, നിങ്ങൾക്ക് പഠിക്കാം. ഒരു മെൻറ്റർ സപ്പോർട്ട്, അതായത് ഇപ്പോഴത്തെ കാലത്ത് അത്യാവശ്യമാണ്. നമുക്ക് വളരണമെന്നുണ്ടെങ്കിൽ, നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ, കോമ്പറ്റീഷൻ കൂടി വരുന്നൊരു ഈ ഒരു സമയത്ത് ഇതെല്ലാം എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളൊരു വ്യക്തിയുടെ അടുത്ത്, ശരിയായൊരു വ്യക്തിയുടെ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് അതിൽ നിന്ന് ഒത്തിരി കാര്യങ്ങൾ ലേൺ ചെയ്യാൻ സാധിക്കും.
അപ്പോൾ നിങ്ങളുടെ അതുപോലെ തന്നെ മനസ്സിനുണ്ടാകുന്ന നമുക്ക് ഈ ഒരു ബിസിനസ് ചെയ്യുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഡൗൺ ആയി പോകും, ഇടയ്ക്കിടയ്ക്ക് കയറി വരും. അപ്പോൾ നമ്മളെ പുഷ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരാൾക്കാർ, അങ്ങനെയുള്ള ധാരാളം മെന്റേഴ്സ് നമുക്കിടയിലുണ്ട്. പക്ഷേ ഇതൊന്നും ഇല്ലാത്ത ആൾക്കാരും ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ സപ്പോർട്ട് ചെയ്ത് നമുക്കൊരു കൈത്താങ്ങായി നിൽക്കാൻ പറ്റുന്ന ആൾക്കാരുടെ ഇടയിലേക്ക് നിങ്ങൾ പഠിക്കാനായിട്ട് തയ്യാറാവുക. അപ്പോൾ അങ്ങനെ താല്പര്യമുള്ള ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സമൃദ്ധിയിൽ ജോയിൻ ചെയ്യാം. ഈ ഒരു വീഡിയോ താഴെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ ജോയിൻ ചെയ്താൽ എല്ലാവിധ സപ്പോർട്ടും ഞാൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഡിയേഴ്സ്. ലവ് യു ആൾ. ബൈ.